ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, കർത്താവിൻ്റെ തിരുകൃപയാൽ ഒരിക്കൽ കൂടി ദൈവശബ്ദത്തിന് കാതോർപ്പാൻ ഭൂമിയുടെ മുകളിൽ ദൈവം നമുക്ക് കൃപ നൽകുകയാണല്ലോ. നമ്മെ സഹായിച്ചും നമ്മെ സന്തോഷിപ്പിച്ചും ജീവിതാന്ത്യം വരെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സന്തോഷത്തോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ദൈവവചന കേൾവി ജീവിതത്തിന് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ദിവസവും ദൈവവചനം കേൾപ്പാൻ മനസ്സ് വയ്ക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എന്താണ് ഇന്ന് നമ്മളോട് പറയുന്നത് എന്ന് കേൾപ്പാൻ അതീവ ശ്രദ്ധയോടെ കാതോർക്കുമ്പോൾ ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായി ദൈവം എൻ്റെ മുമ്പിൽ തന്നിരിക്കുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 18-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. മരുഭൂമിയിൽ 40 സംവത്സരക്കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. മരുഭൂമിയിൽ 40 സംവത്സരക്കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. സ്വഭാവം സഹിക്കുന്ന ദൈവം. ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇസ്രായേൽ മക്കളെ പരാമർശന വിധേയമാക്കുന്നത് പൗലോസിൻ്റെ ഒരു പ്രഭാഷണത്തിലാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഒരവലോകനം ജനത്തിന് നടുവിൽ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുകയാണ്. ആ വിശദീകരണത്തിനകത്ത്, ആ പ്രഭാഷണത്തിനകത്ത് പൗലോസ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ ആരാന്നറിയാനല്ല, ഇസ്രായേലിൻ്റെ ദൈവം ആരാണെന്നറിയാൻ. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് വേർതിരിച്ച് പടുകൂറ്റൻ പ്രതാപത്തിലും പാരമ്പര്യത്തിലും ഉറച്ചു നിന്ന, അഥവാ യഹൂദ മതത്തിൻ്റെ വക്താവായി നിന്ന് തന്നെ രൂപാന്തരപ്പെടുത്തി എരിവോടും പോർവിളിയോടും കൂടെ മതവിരോധികൾക്ക് എതിരെ ഒരു പടയാളിയെപ്പോലെ പോരാടിയ, അധികാരപത്രം കയ്യിൽ വെച്ച് വിരാജിച്ച പൗലോസിനെ ഒരു കുഞ്ഞാടിനെ പോലെ കർത്തൃശുശ്രൂഷകനും കർത്താവിന് വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നവനുമായി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ രൂപാന്തരപ്പെടുത്തിയ മഹാദൈവത്തെ അവതരിപ്പിക്കാൻ പൗലോസ് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അത് മനസ്സിലാക്കി തരുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉപദേശിക്കുകയാകട്ടെ, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെളിപ്പെടുത്തുകയാകട്ടെ, നമുക്ക് വേണ്ടി വിജയത്തിൻ്റെ ഒരു വലിയ പാസ്വേഡ് പോലെ ദൈവം നമുക്ക് ചില ഉപദേശങ്ങളും ചില നിർണയങ്ങളും കൈമാറുകയോ എന്തുമാകട്ടെ നമ്മോട് സംസാരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഒന്ന് വിശദീകരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് ഇവിടെ 3-5 കൂട്ടം കാര്യം പറയുന്നുണ്ട്. അത് നന്നായി മനസ്സിലാക്കണമെങ്കിൽ 17-ാം വാക്യം കൂടി ചേർത്ത് വായിക്കണം. 17, 18, 19 വാക്യങ്ങൾ വായിക്കണം. ഞാനൊന്ന് വായിക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടു വെച്ചു. മരുഭൂമിയിൽ 40 സംവത്സരക്കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ച് കൊടുത്തു. 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്ത് പൗലോസ് തൻ്റെ വിശദീകരണത്തിൽ ദൈവം ആര് എന്നറിയിക്കാൻ, ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നറിയിപ്പാൻ, ദൈവത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ 2-3 വാക്യത്തിനകത്ത് 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, തെരഞ്ഞെടുത്തത് മിസ്രയീമിൽ വെച്ച്, അല്ലെങ്കിൽ മോശയെ മുൾപ്പടർപ്പിൽ കണ്ടതിന് ശേഷമല്ല, അതിനൊക്കെ മുമ്പേ പിതാക്കന്മാരുടെ കാലത്തെ ദൈവം തെരഞ്ഞെടുത്തിരുന്നത് കൊണ്ടാണ് പ്രവാസകാലത്ത് ഇസ്രായേലിനെ പ്രവാസകാലത്ത് വർദ്ധിപ്പിച്ചത്. ഒന്നാമത്തത് ദൈവം തെരഞ്ഞെടുത്തു, രണ്ടാമത്തത് ദൈവം വർദ്ധിപ്പിച്ചു, മൂന്നാമത്തത് ഭുജവീര്യം കൊണ്ട് പുറപ്പെടു വെച്ചു, നാലാമത്തത് അവരുടെ സ്വഭാവം ത്യജിച്ചു, അഞ്ചാമത്തത് ഈ കനാനിലെ ജാതികളെ ഒടുക്കി, ആറാമത്തത് ദേശം അവർക്ക് അവകാശമായി വിഭജിച്ചു. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നീണ്ട കാലത്തെ 450-ൽ പരം വർഷത്തെ ചരിത്രം ഉള്ളടക്കം ചെയ്തുകൊണ്ട് 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പറയുകയാണ്. ഇതിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്വർഗത്തിലെ ദൈവം
ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിയെയോ തിരഞ്ഞെടുത്താൽ അവരോട് കൂടെ ഇരുന്ന് അവരിൽ വലിയ വൻ കാര്യങ്ങളെ ചെയ്യുമെന്നുള്ള കാര്യം ഇതിനേക്കാൾ അപ്പുറം ഒരു തെളിവ് വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പാണ്. സ്വർഗം തെരഞ്ഞെടുത്താൽ സാഹചര്യങ്ങൾ മോശമാണെങ്കിലും, അഥവാ മിസ്രൈമിലെ കഠിന വേലക്കിടയിലും ആരോഗ്യപരമായിട്ട് ക്ഷീണിതനാണെങ്കിലും, ഞാൻ കുറച്ചുകൂടെ അതിന് ശാരീരികമായി പറയുമ്പോൾ നിങ്ങളത് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. മനസ്സിന് സുഖമുള്ളൊരു ജീവിതമല്ല അടിമ ജീവിതം. ശരീരത്തിന് സന്തോഷം കൊടുക്കുന്നൊരു രീതിയല്ല ഊഴിയ വേല. ഇങ്ങനെ ശരീരത്തിനും മനസ്സിനും യാതൊരു സന്തോഷവും സുഖവുമില്ലാതെ പീഡനങ്ങളുടെ മേൽ പീഡനമായി മനോദുഃഖങ്ങൾ പേറി ഗ്രഹാതുരത്വം നിറഞ്ഞ് ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കിടക്കേണ്ടി വരും, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഈ ഗതിയായിരിക്കും എന്നുള്ള നിരാശ പൂകി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലും ജനത്തെ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സുഖസൗകര്യങ്ങൾ കൂടിയതുകൊണ്ടോ ആഡംബരം കൊണ്ടല്ല, ജനത്തെ ദൈവം അവിടെ വർദ്ധിപ്പിച്ചു. ഏത് കഷ്ടങ്ങളുടെ നടുവിലും വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ വാക്യത്തിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ? വർദ്ധിപ്പിക്കുക മാത്രമല്ല, തക്ക സമയമായപ്പോൾ അവിടെ നിന്ന് പുറപ്പെടി വെച്ചു, പുറത്തു കൊണ്ടുവന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ ആ കഠിനമായിരിക്കുന്ന പീഡനങ്ങളുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ദൈവം ഇറങ്ങി വന്നത്. അവരെ മിസ്രൈമിൽ കഷ്ടങ്ങൾ തീർത്തു തരാനോ ഫറവോനെ ഒതുക്കാനോ അവർ സഹിക്കുന്ന പീഡനങ്ങൾ ഒതുക്കാനോ ആയിരുന്നെങ്കിൽ മോശയെ മാത്രം അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. മോശയെ വിട്ടാൽ ഈ മോശ പോലും വിടണ്ട, ദൈവം മോളിൽ നിന്ന് കൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മിസ്രൈമിൽ നിന്ന് പുറത്തെടുക്കാൻ ദൈവം ഇറങ്ങി വന്നു. എബ്രായ ബാലന്മാരെ തീച്ചുളയ്ക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ നാലാമനായി ഇറങ്ങി വന്നു. തീയുടെ ബലം കെടുത്താൻ അവർ മതിയായിരുന്നു, ഇറങ്ങി വന്നു. ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് സ്വർഗം ചിലരെ പുറത്തെടുക്കേണ്ടതിന് ഇറങ്ങി വരും. ഞാൻ നിങ്ങളോടും പറയാം, ദൈവം ചില സന്ദർഭങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങും. കാരണം നിന്നെ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. പത്മോസിൽ യോഹന്നാനെ ഒരു 10 കൊല്ലം അവിടെ താമസിപ്പിക്കാനാണെങ്കിൽ അവിടെ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലൊരു കാക്കയെ എല്ലാ ദിവസവും വിട്ടാൽ മതി. റോമൻ ചക്രവർത്തി പോലും ഞെട്ടിപ്പോകും, ഇവൻ ഇത്രയും ജീവിച്ചിരിക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചു പോകും. പക്ഷേ യേശുക്രിസ്തു ഇറങ്ങി വന്നത് കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്തതുപോലല്ല, പിന്നെയോ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ദൈവം ഇറങ്ങി വരുന്നത് വിഷയങ്ങൾക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാനാണ്. ഇന്ന് നിങ്ങളോടും പറയാം, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് നിന്ന് പുറത്ത് വിടാതെ വെല്ലുവിളിക്കുന്ന ശക്തികളെ നടുവിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി വന്നാൽ ദൈവം ഇറങ്ങും. സ്വർഗം ഇറങ്ങി വന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരും. കേൾക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവരും മാത്രമല്ല, അടുത്ത വാചകമാണ് ഇന്നത്തെ ചിന്തയ്ക്കാധാരം. 40 സംവത്സരം അവരുടെ സ്വഭാവം സഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാചകം ഞാൻ ഒത്തിരി ചിന്തിച്ചു. സ്വഭാവം സഹിക്കുക. ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നു. ചിലർ പറയില്ലേ, 15 കൊല്ലമായി ഇങ്ങേരുടെ പീഡനം ഞാൻ സഹിക്കുക, പീഡനം, ഉപദ്രവം ഞാൻ സഹിക്കുക, അപമാനം ഞാൻ സഹിക്കുക, നിന്ന ഞാൻ സഹിക്കുക എന്നൊക്കെ പറയില്ലേ. ഈ ഓഫീസിനകത്ത് ചില നാളുകളായി ഞാനങ്ങ് ടോർച്ചറിങ് ചെയ്യപ്പെടുകയാണ്, അത് ഞാൻ സഹിക്കുക. കളിയാക്കൽ ഞാൻ സഹിക്കുക, ഒറ്റപ്പെടുത്തൽ ഞാൻ സഹിക്കുക. ഇങ്ങനെ സഹിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. പക്ഷേ 1-2 കൊല്ലമല്ല, 40 കൊല്ലം ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം സഹിക്കുക എന്ന് പറയുന്നത് ക്ഷമയുള്ളവർക്കേ പറ്റൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബാക്കിയെല്ലാം ചിലർ പറയില്ലേ, എന്നെ 2 തല്ല് തല്ലിയാൽ ഞാൻ സഹിച്ചാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇല്ലേ? നിങ്ങൾ ചിലർ പറയാറില്ല. കാരണം എന്താ? കൂടെ നിൽക്കുന്നവൻ്റെ സ്വഭാവം സഹിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. 2 പിള്ളേരുടെ സ്വഭാവം സഹിച്ചോണ്ടാ അമ്മ അപ്പൻ തല്ലിക്കൊല്ലാന്ന് പറയും. ചിലർ പറയും ഇങ്ങനെയല്ല മക്കളെ വളർത്തേണ്ടത്. ചിലർ പറയും നിനക്കറിയാൻ വയ്യാത്തതുകൊണ്ടാ, നീ കാണിക്കുന്നതുകൊണ്ടാ. പക്ഷേ അമ്മ ഈ പിള്ളേരുടെ സ്വഭാവം സഹിക്കുക, നൊന്തുപറ്റവൻ്റെ സ്വഭാവം സഹിക്കുക, ജീവിതത്തിൽ തിരഞ്ഞെടുത്തവൻ്റെ സ്വഭാവം സഹിക്കുക, തിരഞ്ഞെടുത്തവളുടെ സ്വഭാവം സഹിക്കുക. ഏറ്റവും വലിയ സഹനം മറ്റൊരുത്തൻ്റെ സ്വഭാവം സഹിക്കല. ഒരു ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ
12 മണിക്കൂർ രാത്രി യാത്ര ചെയ്യുന്ന ഒരു യാത്രയിൽ സഹയാത്രികൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ 12 മണിക്കൂർ കൊണ്ട് തീരും. ഒരു രാത്രി അടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നല്ലേ ഉള്ളൂ. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കാലേ കയറി ചവിട്ടി അല്ലെങ്കിൽ നമുക്കുള്ള അനീതിയായിട്ട് പെരുമാറി ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ 5, 10, 15 മിനിറ്റിൻ്റെ യാത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഒരായുഷ്കാലം മുഴുവൻ ഒരു മനുഷ്യൻ്റെ സ്വഭാവം സഹിക്കുക എന്ന് പറയുന്നത് പാടാണ്. പക്ഷെ ദൈവം അത് സഹിച്ചു. ഒരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തെക്കുറിച്ച് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ താൻ തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ സ്വഭാവം സഹിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കേണ്ടി വന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളല്ലാതെയായി മാറും. നമ്മുടെ സ്വഭാവം നമ്മൾ വിൽക്കും. നമ്മുടെ സ്വഭാവം നമ്മൾ സൂക്ഷിക്കില്ല. മറ്റൊരുത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. വേറൊരുത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സഹിക്ക വയ്യാതെ ആകുമ്പോൾ നമ്മുടെ ആത്മീകം പണയപ്പെടുത്തും. ദൈവത്തിനത് ചെയ്യാൻ പറ്റുമോ? നാം ദൈവത്തെയാണ് പിൻപറ്റുന്നതെങ്കിൽ, ദൈവത്തെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഈ ലോകത്തിൽ ഏറ്റവും അധികം സഹിക്കേണ്ടത് ആരുടെയൊക്കെയോ സ്വഭാവമാണ്. ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എത്ര പേരുടെ സ്വഭാവം സഹിച്ചെങ്കിലേ ശുശ്രൂഷ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരപ്പൻ എന്ന നിലയ്ക്ക് 1 കൊല്ലോ 2 കൊല്ലാണോ, മരണം വരെയും ആ വീടിൻ്റെ ഓരോരുത്തരുടെയും മരുമോൻ്റെയോ മരുമോളുടെയോ കൊച്ചുമക്കളുടെയോ മക്കളുടെയോ ഒക്കെ സ്വഭാവം ജീവിത പങ്കാളിയുടെ ഒക്കെ സഹിച്ചെങ്കിലല്ലേ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നിങ്ങൾ ദൈവത്തെ കണ്ടുപഠിക്കണം. സ്വഭാവം സഹിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ ജനം, ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായത്. ഇല്ലെങ്കിൽ മരുഭൂമിയിൽ എല്ലാവരെയും തീർത്താനെ. ദൈവം ഈ പണി അവസാനിപ്പിച്ചാനെ. ഒത്തിരി പേരെ സഹിച്ചു. ഞാൻ നിങ്ങളോടും പറയാം, ഏറ്റവും പാട് സ്വഭാവം സഹിക്കാനാ. പക്ഷെ ദൈവത്തോടെ തൻ്റെ കൃപ ചോദിക്കുക. അങ്ങ് സഹിച്ചില്ലേ, അതുപോലെ എനിക്കും കൃപ തരാൻ പറ. സഹിക്കാനുള്ള സഹനത്തിൻ്റെ കൃപ. എന്ത് അടിയും തല്ലുമല്ല. ചിലരുടെ സ്വഭാവം കുറച്ചുകൂടെ സഹിക്കുക, ബാക്കി എന്തെങ്കിലും ദൈവം ചെയ്യാതിരിക്കില്ല. ഇവിടെ ഒരു കാലാവധി വെച്ചിട്ടുണ്ട്. 40 സംവത്സരം അവരുടെ സ്വഭാവം സഹിച്ചു. ഒരു കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. ബാക്കി ദൈവം ചെയ്യും. സ്വഭാവം മാറ്റിയെടുത്ത് സഹനത്തിന് ഒരു മറുപടി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യത്തിനകത്ത് കണ്ടു അങ്ങ് എന്നെ ഒത്തിരി സഹിച്ചെന്ന് എൻ്റെ കണ്ണ് തുറന്നൊരു വാക്യമാണപ്പാ. ഒരുപാട് എൻ്റെ ജീവിതത്തിൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത, ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങ് സഹിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ശുശ്രൂഷകനായി നിൽക്കുന്നത്. എന്നെപ്പോലെ 1000 പേരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഞങ്ങളെ സഹിച്ച ദൈവത്തിന് നന്ദി അപ്പാ. വീണ്ടും കാക്കണേ, കരുതണേ. സഹിക്ക വയ്യാത്ത വിഷമം കൊണ്ട് ആരെങ്കിലും വീട്ടിലോ കോളേജിലോ ഓഫീസിലോ എവിടെയെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ചിലരുടെ സ്വഭാവം സഹിക്കാൻ, ഞങ്ങൾ വിജയിക്കേണ്ടതിന് ചിലരുടെ സ്വഭാവം സഹിക്കാൻ കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.